പി.ടി. ചാക്കോ ഫൗണ്ടേഷൻ അവാർഡ് തിരുവനന്തപുരത്ത് ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള വിതരണം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകനും മീഡിയ അക്കാദമി ചെയർമാനുമായ ആർ.എസ്. ബാബു അവാർഡ് ഏറ്റുവാങ്ങി. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. അവാർഡ് നൽകിയ സ്വീകരിച്ച ബാബുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കാലമേ അദ്ദേഹത്തെ അറിയാം. ഒരു അഭിഭാഷകൻ എന്ന നിലയിലും അദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വ്യവഹാരം അത് ചെകഞ്ഞെടുത്ത് വിശദമായി ഞാൻ വായിക്കാനിടയായ ഒരാളാണ്. നമ്മുടെ രാജ്യത്തുള്ള ഏതാണ്ട് മിക്കവാറും എല്ലാ നിയമങ്ങളും സ്പീക്കർ ഈ സുപ്രീം അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസൈഡ് ദ ഹൗസ്. അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവത്തിന് അന്നത്തെ സ്പീക്കറുടെ അനുമതി ഒരിക്കലും ഇടതുപക്ഷത്തിൽ കിട്ടാൻ സാധിക്കില്ല. ഞാൻ ഇപ്പോഴേ ഇത് പറയുന്നത് ആ സാഹചര്യത്തിലാണ് 100% അവിടെ നടന്ന സംഭവങ്ങളിൽ പക്ഷം പറഞ്ഞ് വിമർശിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നിയമത്തെപ്പറ്റി ചോദിക്കുമ്പോൾ പഴുതുകൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണെന്നുള്ളൊരു വിശ്വാസം ഞാൻ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടികൾ ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം കാൽനൂറ്റാണ്ട് എഴുതിയ ഈ മനുഷ്യൻ എൻ്റെ മനസ്സിൽ സുസ്ഥിര പ്രതിഷ്ഠ നേടിയ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അടിയന്തരാവസ്ഥയുടെ 50-ാം കൊല്ലത്തിലേക്ക് നമ്മൾ അടുത്ത പ്രധാന ചർച്ചാ വിഷയത്തിൽ വരും. പക്ഷെ നിങ്ങളതൊന്നും പുസ്തകം ഇറക്കില്ല, അതൊക്കെയായിരിക്കുന്നത്. ഇദ്ദേഹം ഗോഹട്ടിയിലെ ACC പോയിട്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ ഏറ്റവും സമാരാധനായ നേതാവ് എണീറ്റ് ഇന്ദിരാഗാന്ധിയോട് ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കണം, ഇത് ശരിയല്ല, നമ്മൾ ജനങ്ങളുടെ ഹിതമല്ല എന്ന് പറഞ്ഞതും അവിടെ നിന്ന് അന്നത്തെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വീക്ഷണം പത്രത്തിലേക്ക് വാർത്ത അയച്ചതും ഞാൻ വായിച്ചിട്ടുള്ളൂ. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഇങ്ങനെ എത്ര സംഭവമുണ്ട് ആർക്കറിയാം. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഇതിലൊക്കെ നമ്മുടെ പുതിയ തലമുറയെ വായന ഒരു ലഹരിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികളെ വഴിതിരിച്ചു വിട്ടാൽ മതി. ഇന്ത്യയിൽ വായനാശീലം വർദ്ധിക്കുകയാണ്, പുസ്തകങ്ങളുടെ വിൽപ്പന വർദ്ധിച്ചിരിക്കുകയാണ്, മുമ്പൊന്നുമില്ലാത്തത്. മന്ത്രി കെ.എൻ. ബാലഗോപാൽ, ചെറിയാൻ ഫിലിപ്പ്, മുൻ DGP ജേക്കബ് പുന്നൂസ്, PTC ഗ്രൂപ്പ് ചെയർമാൻ ബിജു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു.